Hello children, welcome to my class. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 14 കിസാൻ കി ഹോഷിയാരിയാണ്. കൃഷിക്കാരൻ്റെ സാമർഥ്യമാണ്. കിസാൻ എന്ന് വെച്ചാൽ ഫാർമർ, ഹോഷിയാരി എന്ന് വെച്ചാൽ സ്മാർട്ട്നെസ്. ഒരു കൃഷിക്കാരൻ്റെ സാമർഥ്യത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് കിസാൻ കി ഹോഷിയാരി. കഥ പഠിക്കാം. ഏക് കിസാൻ അപ്നാ കേത്ത് ജോത് രഹാ ഥാ. ഒരു കൃഷിക്കാരൻ അവൻ്റെ കൃഷി സ്ഥലം ഉഴുതുമറിക്കുകയാണ്. എന്താണ് ജോത്ന എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണിനെ ഇളക്കി മറിക്കണം. അത് കാളയെ ഉപയോഗിച്ച് മണ്ണ് ഇളക്കി മറിക്കും. അതാണ് കൃഷിക്കാരൻ ചെയ്യുന്ന ആദ്യത്തെ പണി. അച്ചാനക് കഹീം സേക്ക് ഭാലു ആകയ. അച്ചാനക് എന്ന് പെട്ടെന്ന് അവിടെ ഒരു ഭാലു കരടി ബയർ വന്നു. ഭാലു കിസാൻ കോ മാർനെ ചബട്ട. കൃഷിക്കാരനെ കൊല്ലുന്നതിന് വേണ്ടി കൃഷിക്കാരനെ അറ്റാക്ക് ചെയ്തു. ആര്? ഭാലു. കിസാൻ പേടിച്ചുപോയി. കിസാനെ കഹാ മുझे ക്യോ മാർത്തേ ഹോ. നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഉപജ് ഹോനേതോ ജോ കഹോഗി ബാക്കി ഖിലാവൂങ്ക. കൃഷിക്കാരൻ ഭാലുവിനോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? കൃഷി ചെയ്ത് കിട്ടുന്ന എല്ലാ ധാന്യങ്ങളും നീ ചോദിക്കുന്നത് ഞാൻ നിനക്ക് തിന്നാൻ തരാം. ഭാലുവിനെ കഹാ ഭൂമി കെ ഊപ്പർ കി ഉപജ് മേരി ഓർ നീച്ചെ കി തുമാരി രഹേഗി. ഭാലു സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വച്ചു. എന്താണ്? ഭൂമിക്ക് മുകളിൽ വിളയുന്ന ഏത് ധാന്യമായാലും അത് എനിക്കും, താഴെ വിളയുന്നത് നീയും എടുത്തോ. ബുദ്ധിമാനായ കൃഷിക്കാരൻ ഒത്തിരി നേരം ആലോചിച്ചു, ഞാൻ എന്താണ് ഇനി കൃഷി ചെയ്യേണ്ടത് എന്ന്. കിസാനെ ആലു ബോധിയെ. അങ്ങനെ കൃഷിക്കാരൻ എന്താണ് വിളയിച്ചത്? ആലു നട്ടു. ആലു എന്താണ്? ഉരുളക്കിഴങ്ങ്. ഉപജ് ഹുയിത്തോ ഭാലു കോ പത്തേ ഖാനെ കോ മിലേ ഭാലു ചിടുക്കർ രഹ ഗയ. ബുദ്ധിമാനായ കൃഷിക്കാരൻ അറിയാമായിരുന്നു ഉരുളക്കിഴങ്ങ് ഭൂമിക്കടിയിലാണ് വളരുന്നത് എന്ന്. അതുകൊണ്ട് കിസാൻ എന്താണ് കൃഷി ചെയ്തത്? ആലു കൃഷിയാണ് നടത്തിയത്. ഭാലു കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഭൂമിക്ക് മുകളിൽ വളരുന്ന ഉപജാണ്. അങ്ങനെ ഭാലുവിന് കിട്ടിയത് ഇലയും കൃഷിക്കാരന് കിട്ടിയത് ആലുവുമാണ്. ഇല കിട്ടിയപ്പോൾ ഭാലുവിന് വളരെ ദേഷ്യം ഉണ്ടായി. അഗ്ലി ബാർ ഭാലുവിനെ കഹാ ദേഖോ ഇസ് ബാർ ഭൂമി കി നീച്ചെ കി ഉപജ് മേരി ഔർ ഊപ്പർ കി തുമാരി. ഭാലു പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ ഭൂമിക്ക് താഴെയുള്ളത് എനിക്കും ഭൂമിക്ക് മുകളിൽ കൃഷി ചെയ്യുന്നത് നീയും എടുത്തോളൂ. ബുദ്ധിമാനായ കൃഷിക്കാരൻ എന്താണ് ചെയ്തത്? ഇസ് ബാർ കിസാനെ ഗേഹൂം ബോദിയ. അടുത്ത പ്രാവശ്യം കൃഷിക്കാരൻ കൃഷി ചെയ്തത് എന്താണ്? ഗോതമ്പ് കൃഷിയാണ് ചെയ്തത്. ജബ് ഉപജ് ഹുയി തോ കിസാൻ കോ മിലേ ചമക്കീലേ ഗേഹൂം ഭാലു കോ മിലേ കേവൽ ജഡേ ഭാലു കീഞ്ച് കർ രഹ ഗയ. അങ്ങനെ കൃഷിക്കാരൻ രണ്ടാമത്തെ പ്രാവശ്യം ഗോതമ്പ് കൃഷി ചെയ്യുകയും അദ്ദേഹത്തിന് ഗോതമ്പ് കിട്ടുകയും ചെയ്തു. നമ്മളുടെ ഭാലുവിന് കിട്ടിയത് എന്താണ്? ആ ചെടിയുടെ റൂട്ട്, ജഡ്. ഇത് കണ്ട് വീണ്ടും ഭാലുവിന് ദേഷ്യമുണ്ടായി. ഇസ് ബാർ ഭാലുവിനെ കിസാൻ കോ പാട് പടാനെ കി സോച്ചി. 2 പ്രാവശ്യം കൃഷി ചെയ്തിട്ടും ഉപജൊന്നും കിട്ടാത്തത് കൊണ്ട് ഭാലു വിചാരിച്ചു, ഇപ്രാവശ്യം കൃഷിക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. ഉസ്നെ കിസാൻ സെ കഹാ ഭൂമി കെ സബ്സെ ഊപ്പർ ഓർ ഭൂമി കെ നീച്ചെ കി ഉപജ് മേരി. കിസാൻ മാൻ ഗയ. ഭാലു കൃഷിക്കാരനോട് എന്താണ് പറഞ്ഞത്? ഭൂമിക്ക് മുകളിൽ വിളയുന്ന ഉപജും താഴെ വിളയുന്ന ഉപജും എനിക്ക് വേണം. കൃഷിക്കാരൻ സമ്മതിച്ചു. ഇസ് ബാർ കിസാനെ ലഗായ ഗന്ന. ഇപ്രാവശ്യം കൃഷിക്കാരൻ എന്താണ് കൃഷി ചെയ്തത്? കരിമ്പാണ്, ഗന്ന. ജബ് ഉപജ് ഹുയി തോ ഭാലു കോ മിലേ പത്തേ ഓർ ജഡേ ഭാലു കാ സിർ ചക്കരാ ഗയ. മൂന്നാമത്തെ പ്രാവശ്യവും കൃഷിക്കാരൻ കൃഷി ചെയ്തപ്പോൾ ഭാലുവിന് കിട്ടിയത് എന്താണ്? ഇലയും റൂട്ടും. പക്ഷേ കൃഷിക്കാരന് കിട്ടിയതോ കരിമ്പ്. മൂന്നാമതും കൃഷിക്കാരൻ തന്നെ പറ്റിച്ചല്ലോ എന്നോർത്ത് ഭാലുവിന് തലകറങ്ങി. കുട്ടികളെ, ബുദ്ധിമാനായ കൃഷിക്കാരൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. അടുത്ത ക്ലാസ്സുമായി ടീച്ചർ വീണ്ടും വരാം.